ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പ്രിങ്കിൾസ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ രണ്ട് മെത്തേഡിൽ കാണിക്കുന്നുണ്ട്. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പ്രിങ്കിൾസ് വീട്ടിൽ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് പേര് ഹായ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും സ്പെഷ്യലായിട്ട് ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ കാണിക്കുന്നത് നമുക്കിതുപോലെയുള്ള വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് സ്പ്രിങ്കിൾസ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വാനിലിയറിൻ്റെ വൈറ്റ് കമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് 500 ഗ്രാമിന് 150 രൂപയാണ് കേട്ടോ. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ചോക്ലേറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ്. കാരണം അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിലുള്ള 3 ബ്ലോക്ക് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടും. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റാണ് ഈ ഒരു വാനിലിയറിൻ്റെ. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൻ്റെ ഒരു പകുതി മതി കേട്ടോ നമുക്ക് ഈ ഒരു സ്പ്രിങ്കിൾസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് സ്പ്രിങ്കിൾസ് കിട്ടും. ബാക്കി ഞാൻ കേക്കിനൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു പകുതി ബ്ലോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ബൗളിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്കായിട്ടൊരു ബൗൾ വെച്ചിട്ടുണ്ട്. സ്റ്റീൽ ബൗളാണെങ്കിൽ എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു 100 ഗ്രാം അടുത്ത് ചോക്ലേറ്റ് ഉള്ളത്. അപ്പോൾ മിൽക്കി ബാറൊക്കെ വാങ്ങിച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലി അല്ലേ. ഇതാകുമ്പോൾ നമുക്ക് ലാഭമാണ് നമുക്ക് സ്പ്രിങ്കിൾസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായി ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ ഒന്ന് ചൂടാറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് അങ്ങാറി തണുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാറിയൊക്കെ എടുത്താൽ മതി. ഇപ്പോൾ ഇതാ ചോക്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമുക്കിഷ്ടമുള്ള കളേഴ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണത്തിൽ റെഡ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ റാസ്ബെറി റെഡാണ് ചേർത്തിട്ടുള്ളത്, ബേക്കേഴ്സിൻ്റെ. അത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു കവറിലേക്ക് മാറ്റിയിട്ട് നമുക്കൊരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ആണെങ്കിലും മതി കേട്ടോ. അതിലിതുപോലെ ലൈൻസായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ എൻഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. വരച്ചു കൊടുത്ത ശേഷം നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും കേട്ടോ. വേണമെങ്കിൽ മാത്രം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക്. ഇനി ഞാൻ കുറച്ച് പോർഷൻ എടുത്തിട്ട് അതിലേക്ക് ബേക്കേഴ്സിൻ്റെ തന്നെ ആപ്പിൾ ഗ്രീൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളേഴ്സിനൊക്കെ 21 രൂപ 23 അങ്ങനത്തെ റേറ്റാണ് കേട്ടോ ഉള്ളത്. കുറച്ച് പേര് റേറ്റൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഗ്രീനും ഞാനിതുപോലെ ലൈൻസായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈൻസ് മാത്രമല്ല കേട്ടോ, നമ്മൾ ചോക്കോ ചിപ്സൊക്കെ ചെയ്യണ പോലെ ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്തിട്ടെടുക്കാം. അല്ലെങ്കിൽ സ്റ്റാർ ഷേപ്പൊക്കെ വരച്ചിട്ടെടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ യെല്ലോയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടും. എന്നിട്ട് ഇതുപോലെ നമുക്ക് അടർത്തി എടുക്കാവുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതെല്ലാം പൊടിഞ്ഞിട്ട് സ്പ്രിങ്കിൾസ് പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുത്താൽ മതി. ഇത്രേ ഉള്ളൂ നമ്മുടെ സ്പ്രിങ്കിൾസ്. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ റെഡും ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ മാത്രം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. ഒരു കത്തി വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്പ്രിങ്കിൾസ് എല്ലാം റെഡിയാക്കിയിട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് വെച്ചിട്ടുള്ള സ്പ്രിങ്കിൾസ്. ഇനി യെല്ലോയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതും നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് എടുത്താൽ തന്നെ ഒരുപാട് സ്പ്രിങ്കിൾസ് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ലാഭമാണ് ഈ ഒരു ചോക്ലേറ്റ് വെച്ച് ചെയ്താലും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തെ മെത്തേഡ് കാണിക്കാം. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഐസിങ് ഷുഗർ വെച്ചിട്ടാണ്. ഈ ഒരു ഐസിങ് ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ പഞ്ചസാരയും കോൺഫ്ലോറും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് കണ്ടു നോക്കിയാൽ മതി. ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഈ ഒരു കപ്പ് ഐസിങ് ഷുഗറിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു മുട്ടയുടെ വെള്ള മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റിഫാക്കിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് മെൽറ്റായി പോവും. ഇത് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ആ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും കൂടെ നല്ല സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. കുറച്ച് കട്ടി ഉണ്ടാവണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് കൂടെ ചേർക്കാം. അത്രേ ഉള്ളൂ. എന്നിട്ട് അതും ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് ലൈൻസായിട്ട് വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഐസിങ് ഷുഗർ വെച്ച് ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് സ്റ്റിഫായിട്ടുള്ളൊരു ബാറ്റർ വേണം. അല്ലെങ്കിൽ നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് ഡ്രൈ ആവില്ല കേട്ടോ. അപ്പോൾ ഇതും നമുക്കിഷ്ടമുള്ള കളറൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം നേരം വെക്കേണ്ടി വരും കേട്ടോ. ഒരു 6 മുതൽ 8 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആവുള്ളൂ. രാത്രി ഫുൾ വെക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല, പുറത്ത് തന്നെ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയൊക്കെ വെക്കേണ്ടി വരും. ഇപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതും നല്ലതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ?
അപ്പോൾ നമുക്ക് ഈ ഐസിങ് ഷുഗർ വെച്ചിട്ടും ഇത് റെഡിയാക്കിയിട്ടെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് കുറച്ചുകൂടെ ചോക്ലേറ്റിൻ്റെയാണ് കുറച്ചുകൂടി ടേസ്റ്റും അതുപോലെ കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ 3 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ചെയ്ത ഗ്രീനാണ് ചോക്ലേറ്റ് വെച്ചിട്ടുള്ളത്. ഇതും നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്ത റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ലാസ്റ്റ് ഐസിങ് ഷുഗർ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വലുതായിട്ട് വന്നേ ഉള്ളൂ, എന്നാലും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പ്രിങ്കിൾസ്. നമുക്കിതൊരു പാത്രത്തിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. അതാ ഞാൻ നമ്മുടെ സ്പ്രിങ്കിൾസ് ഇതുപോലെ ഒരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ചോക്ലേറ്റ് വെച്ചുള്ളതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, അല്ലാതാണെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരുപാട് നാളിത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സ്പ്രിങ്കിൾസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ നല്ല റെസിപ്പി ആയിട്ട്. താങ്ക്